എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവൾ ആരായാലും നിങ്ങളുടെ പുറകെ വരും തീർച്ച. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവൾ അല്ലെങ്കിൽ അവൻ ആരായാലും നിങ്ങളുടെ പിറകെ വരും തീർച്ച. നിങ്ങൾ എത്ര കാലം അവരെ സ്വന്തമാക്കാൻ നടന്നിട്ടും അവരെ സ്വന്തമാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ അവരുടെ മനസ്സ് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാൻ ഏറ്റവും നല്ല വഴിയാണ് പറയുന്നത്. ഒന്നാമത്തത് അടിത്തറയുള്ള ഒരു ആത്മവിശ്വാസം. ആ വ്യക്തി ആരുമായിക്കൊള്ളട്ടെ, സ്ത്രീയോ പുരുഷനോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്വന്തമായി വേണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ നിങ്ങൾ കൃത്യമായ ആത്മവിശ്വാസം നിങ്ങളിൽ വേണം. കൃത്യമായ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ ആ വ്യക്തിയെ സമീപിച്ചാൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടേതായിട്ട് മാറും. ആത്മവിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളുടേതായി മാറും. നിശ്ചയദാർഢ്യത്തോടെ സംസാരിക്കുക. തിരക്കുകളിലും അവശതകളും ഒക്കെ നിങ്ങൾ സ്വയം നിയന്ത്രിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തിരക്കുണ്ടാവും, നിങ്ങൾക്ക് പല ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ആ ലാളിത്യത്തോടെ ആത്മവിശ്വാസത്തോടെ തന്നെ സംസാരിക്കുക. അങ്ങനെ ആ വ്യക്തി പതുക്കെ നിങ്ങളുടേതായിട്ട് മാറും. അങ്ങനെ നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്വന്തമാക്കാൻ സാധിക്കും. ആ കണ്ണുകളിലെ ഭാഷ ആത്മവിശ്വാസത്തിൽ കൃത്യമായിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ അവൾ അല്ലെങ്കിൽ അവൻ നിങ്ങളുടേതാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് അടുത്തതായിട്ട് രണ്ടാമത്തെ കാര്യം നോക്കാം. ഹ്യൂമർ സെൻസ് തന്നെയാണ്. ചിരിപ്പിക്കാൻ അറിയാവുന്ന ഒരു ജേതാവാകാൻ നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ചിരി വരികയും അങ്ങനെ നിങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യും. പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ ചിരിയേക്കാൾ ആകർഷിക്കപ്പെടുന്ന ഒന്നും അവർക്കില്ല. അവർക്ക് മനസ്സ് അറിഞ്ഞൊന്ന് ചിരിക്കാൻ സാധിച്ചാൽ അവർ എന്തും നിങ്ങൾക്ക് നൽകും. അവളുടെ അവസ്ഥ മനസ്സിലാക്കി അതനുസരിച്ച് കൃത്യമായി തമാശ പറയാൻ പഠിക്കുക. അവനാണെങ്കിലും കാര്യം വ്യത്യസ്തമല്ല. കൃത്യമായ തെറ്റാതെയുള്ള അല്ലെങ്കിൽ ബോറടിപ്പിക്കാതെയുള്ള തമാശകളിലൂടെ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഹൃദയം കീഴടക്കാൻ സാധിക്കും. അത് കൃത്യമായിട്ട് നിങ്ങൾ നിർവഹിച്ചാൽ മാത്രം മതി. പിന്നെ എന്തും അനായാസേന സാധിക്കുന്ന ഒരു വ്യക്തിയാണ്, വാക്കായാലും പ്രവൃത്തിയാണെങ്കിൽ നിങ്ങൾ എന്ന് അവളെ അല്ലെങ്കിൽ അവനെ ബോധപൂർവം മനസ്സിലാക്കുക. അങ്ങനെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ഇന്ന ആൾ എന്നെ സഹായിക്കും, ഇന്ന ആൾ എൻ്റെ കൂടെ നിൽക്കും, ഓരോ ഓപ്ഷൻ ആ ആൾ തന്നെ പറയും എന്നുള്ളൊരു വിശ്വാസം കിട്ടിയാൽ നിങ്ങളുടെ സമയം നല്ലതാണെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തും. നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സാധിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഹൃദയത്തിൽ അത്രത്തോളം സന്തോഷമുണ്ട്. ഏത് പ്രയാസങ്ങളിലും ഒരു സ്ത്രീ ഒരു പുരുഷനെ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് പോലെ അവൾക്ക് എല്ലാ പ്രതിസന്ധിയിലും ആ പുരുഷൻ്റെ ഒരു സംരക്ഷണം ഉണ്ടാകും. അത് വാക്കായാലും പ്രവൃത്തിയാണെങ്കിലും അത് അവളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവനാണെങ്കിലും വ്യത്യാസം ഇല്ല. പക്ഷെ പ്രത്യേകിച്ച് ഒരു സ്ത്രീ ആണെങ്കിൽ അവൾക്ക് ഒരു പുരുഷൻ്റെ സംരക്ഷണം ഉറപ്പ് കിട്ടുമ്പോൾ അവളിൽ ഒരുപാട് ആത്മവിശ്വാസം ഉണ്ടാവും. അവളെ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. അവളുടെ മനസ്സ്, അവളുടെ ഭയങ്ങൾ, അവളുടെ നിരാശകൾ, അതിലെല്ലാം നിങ്ങൾ അവളോടൊപ്പം നിൽക്കുമ്പോൾ അവൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വേണ്ടി എന്തും നൽകുന്ന അവസ്ഥയിലേക്ക് എത്തും. നിങ്ങളുടെ സ്വന്തമാകാൻ അവൾ ആഗ്രഹിക്കുകയും ചെയ്യും. അതായിട്ട് ആകർഷകമായ ശരീരഭാഷയാണ്. നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് പല വീഡിയോകളിലും. വാക്കുകൾക്കപ്പുറം പറയുന്നൊരു ഭാഷയാണ് ശരീരഘടന എന്ന് പറയുന്നത്. അത് ശരീരത്തിൻ്റെ ഘടന മാത്രമല്ല, നമ്മൾ ധരിക്കുന്ന വസ്ത്രം, ആത്മവിശ്വാസത്തോടുള്ള നടത്തം. ഒരു സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീയെ നമുക്ക് ആഗ്രഹിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആ സ്ത്രീ നമ്മളെ ആഗ്രഹിക്കണമെങ്കിൽ അവരുടെ കണ്ണിൽ നിങ്ങളുണ്ടാകണം. അത് കണ്ണു നോക്കി സംസാരിക്കുക എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ആ ഒരു ശരീരഭാഷ അവൾ എപ്പോഴും ആഗ്രഹിക്കുന്നു. ആകർഷകമായ ശരീരഭാഷ. നിങ്ങളെപ്പോഴും അവളെ ശ്രദ്ധിക്കുക, അവളുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തുക, അവളുടെ കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക.
കാഴ്ചയിൽ അവൾക്ക് കാണാനായിട്ട് വൃത്തിയുള്ളൊരു വസ്ത്രവും നല്ലൊരു പെരുമാറ്റവും നിങ്ങൾ അവൾക്ക് സമ്മാനിക്കുക. അവനാണെങ്കിലും അത് തന്നെയാണ് അവസ്ഥ. അടുത്തതായിട്ട് ഏറ്റവും അവസാനത്ത് ഉയർന്ന ലക്ഷ്യബോധത്തോടുകൂടി ഒരു പർപ്പസ്ഫുള്ളായിട്ടുള്ളൊരു ലൈഫ്. ഒരു താന്തോന്നിയല്ല ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഓരോന്നിനും ഒരു കൃത്യമായ കണക്കുകളുണ്ട്, കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് എന്ന് കൃത്യമായി അറിഞ്ഞ് മുന്നോട്ട് പോവുക. ലക്ഷ്യബോധം അവളെ നിങ്ങളിലേക്ക് ആകർഷിക്കും. അവനാണെങ്കിലും ആ ലക്ഷ്യബോധം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. വലിയ സ്വപ്നമാണ്. ഒരു സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീയുടെ സ്വപ്നം നിറവേറ്റാൻ കൂടെ എപ്പോഴും ഉണ്ടാകുക. അതിൽ പരം അവൾക്ക് സന്തോഷമുള്ള മറ്റൊന്നുമില്ല. ഒരു വലിയ ലക്ഷ്യം മനസ്സിൽ വെച്ച് അതിനായി പ്രയത്നിക്കുന്ന ഒരാളാണെങ്കിൽ അവൾ തീർച്ചയായിട്ടും നിങ്ങളെ സ്നേഹിക്കും. ഒരു പുരുഷൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹൃദയത്തെ കീഴ്പ്പെടുത്താൻ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സാധിക്കും. ഒരാളുടെ മനസ്സ് എന്ന് പറയുന്നത് അയാൾ നിങ്ങൾക്ക് നൽകണമെങ്കിൽ അയാളെ നിങ്ങൾ മനസ്സിലാക്കുക. അതൊരു സ്ത്രീയായാലും പുരുഷനായാലും ആ വ്യക്തിയെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ, ആ വ്യക്തിയുടെ സ്വപ്നങ്ങൾ, അതൊക്കെ സാധ്യമാക്കാൻ നിങ്ങളുമായിട്ടുള്ള ജീവിതം ആ വ്യക്തിയെ സഹായിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളോടൊപ്പം ഉണ്ടാവും. അത് നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ആ വ്യക്തി ഒരിക്കൽ നിങ്ങളോട് പറയും, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം, നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നൊക്കെ. അത് ആ മനസ്സ് അറിഞ്ഞ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നതാണ്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്തുകൊണ്ട് അവർ നിങ്ങളോടൊപ്പം വരാൻ നിങ്ങളുടെ ഈ പെരുമാറ്റങ്ങളും ഒക്കെ സഹായകമാകും. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ സ്നേഹിക്കുക, മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിലെ ആ പോസിറ്റിവിറ്റി എപ്പോഴും നിങ്ങളെ അവളിലേക്ക് അടുപ്പിക്കും. തീർച്ചയായിട്ടും അവൾ നിങ്ങളെ സ്നേഹിക്കുക തന്നെ ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.